നമസ്കാരം. സംസ്ഥാനത്ത് ഭരണം മാറി വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ചേർന്ന പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ചാകര. തെരഞ്ഞെടുപ്പ് വേളയിൽ UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 5 പ്രധാന വാഗ്ദാനങ്ങളിൽ 2 ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നത്. ജൂൺ 15 മുതൽ കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനും രാജ്യത്ത് തന്നെ ആദ്യമായി വയോജനങ്ങൾക്ക് മാത്രമായി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാർക്ക് വേണ്ടിയും പ്രഖ്യാപനമുണ്ടായി. ആദ്യഘട്ടത്തിൽ ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂടുതൽ നൽകും. റിട്ടയർമെന്റ് ബെനഫിറ്റും ആശാ വർക്കർമാർക്ക് ഉണ്ടാകും. ഇതും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വോട്ടർമാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും വയോധികരെയും വലിയ രീതിയിൽ ആകർഷിച്ച UDFന്റെ തെരഞ്ഞെടുപ്പ് ഗ്യാരണ്ടികൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ലെന്ന് തെളിയിക്കുന്നതാണ് സർക്കാരിന്റെ ഈ അതിവേഗ നീക്കം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നതോടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയ്ക്കും തമിഴ്നാടിനും പിന്നാലെ കേരളവും ഈ വിപ്ലവകരമായ സ്ത്രീ ശാക്തീകരണ പദ്ധതിയിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ഇതിനായുള്ള പ്രാഥമിക ഒരുക്കങ്ങളും മറ്റും ജൂൺ 15-നകം പൂർത്തിയാക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്കണവാടി ജീവനക്കാർക്ക് 1000 രൂപ കൂടി കൂട്ടാനും തീരുമാനിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുമ്പോൾ അവർക്കും തുക കൂടും. പാചക തൊഴിലാളികളുടെ വേതനവും 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ആയമാരുടെ ഹോണറേറിയവും 1000 രൂപ കൂട്ടി. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രവും ഇറങ്ങും. വയോധികരുടെ ക്ഷേമത്തിനായി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ചരിത്രപരമായ തീരുമാനമാണ് മന്ത്രിസഭ എടുത്തത്. വയോജനങ്ങൾക്കായി മാത്രമായി ഒരു പുതിയ മന്ത്രാലയവും വകുപ്പും കേരളത്തിൽ നിലവിൽ വരും. ജപ്പാൻ സർക്കാരിന്റെ വയോജന നയ മാതൃക പിൻപറ്റിക്കൊണ്ട് ശാസ്ത്രീയവും ദീർഘവീക്ഷണവുമുള്ളതുമായ ഒരു പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ആഗോളതലത്തിലെ മികച്ച മാതൃകകളെക്കുറിച്ച് വിശദമായ പഠനം നടത്താൻ പ്രത്യേക സമിതിയെയും മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം മെയ് 21-നും മെയ് 22-നും ചേരാനും ശുപാർശ ഗവർണർക്ക് നൽകും. മെയ് 29-ന് സർക്കാരിന്റെ നയപ്രഖ്യാപനവും നടത്തും. G. സുധാകരനാകും പ്രോം ടൈം സ്പീക്കർ. അഡ്വക്കേറ്റ് ജാജു ബാബുവാണ് പുതിയ അഡ്വക്കേറ്റ് ജനറൽ. T. അസിഫ് അലി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാകും. ഭരണമാറ്റത്തിന്റെ ആവേശം അണികളിലും ജനങ്ങളിലും നിലനിർത്തുന്നതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ജനക്ഷേമ നയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് മുഖ്യമന്ത്രി V.D. സതീശനും കൂട്ടരും ആദ്യ യോഗത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ബാക്കി 3 പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചനയുണ്ട്. എന്തായാലും പാവപ്പെട്ടവർക്കും വലിയ രീതിയിൽ ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.